ഇത് നടപ്പാക്കാൻ പോകുന്ന ബജറ്റല്ല. 26-27 വർഷത്തിലേക്കുള്ള ബജറ്റ് UDF സർക്കാർ അവതരിപ്പിക്കും. ആ ബജറ്റായിരിക്കും കേരളത്തിൽ നടക്കാൻ പോകുന്നത്. ഈ ബജറ്റ് കാപട്യം കൊണ്ട് നിറച്ചിരിക്കുകയാണ്. പ്ലാൻ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന ഒരു പ്ലാന്റെയും പൂച്ച പെറ്റി കിടക്കുന്ന ഒരു ഖജനാവിന്റെയും പരിതാപകരമായ അവസ്ഥയിലേക്ക് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് തരിപ്പണമാക്കിയ സർക്കാരാണ്. 2021 അധികാരത്തിൽ വന്നത് 2500 രൂപ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ആക്കുമെന്ന് പറഞ്ഞാണ്. ജനങ്ങളെ കബളിപ്പിച്ചാണ്. കുറെ പേര് വോട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ പേരിൽ. എന്നിട്ട് 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൊടുത്തോ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിലക്കയറ്റമുള്ള ഒന്നാമത്തെ സംസ്ഥാനമാണ് കേരളം. മാർക്കറ്റ് ഇന്റർവെൻഷനിൽ ദയനീയമായി പരാജയപ്പെട്ടു. കഴിഞ്ഞ പ്രാവശ്യം പ്രഖ്യാപിച്ച നിരവധി പദ്ധതികൾ അതിൽ ഒരു 75% പദ്ധതികളും നടപ്പാക്കിയിട്ടില്ല. ഞങ്ങള് അവരെ വെല്ലുവിളിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ ബജറ്റ് പ്രഖ്യാപനത്തിന്റെ ഒരു പെർഫോമൻസ് ഓഡിറ്റിംഗ് നടത്തി ഒരു വൈറ്റ് പേപ്പർ ഇറക്കാൻ തയ്യാറുണ്ടോ? ഇത്രമാത്രം കേരളത്തെ സാമ്പത്തികമായി തകർത്തു തരിപ്പണമാക്കിയ കേരളത്തിന്റെ ഭരണചരിത്രത്തിൽ ഇത്രമാത്രം കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർത്ത മറ്റൊരു സർക്കാർ ഉണ്ടായിട്ടില്ല.